ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു സിമ്പിൾ കാര്യമാണല്ലേ. പക്ഷേ ഇന്ന് അതിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലല്ല. ഈ വീട് ഡിസൈഡ് ചെയ്യും ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കണം എന്ന്, അതും 24 hours. സ്പൂൺ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ചോപ്സ്റ്റിക്സ് ഉണ്ട്, ഹാൻഡ് ഉണ്ട്, പാച്ചിലി ഉണ്ട്, കറി സ്പൂൺ ഉണ്ട്, നോൺ ഡോമിനന്റ് ഹാൻഡ് ഉണ്ട്. ഞാൻ റൈറ്റി ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കഴിക്കും. റൈസ് സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വെച്ചിട്ട് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയുമാണ്. ഇത് എന്ത് വെച്ചാൽ ഞാൻ കഴിക്കാം, ഹാൻഡ് കിട്ടും ദോശ. സ്പാച്ചിലൊക്കെ കിട്ടിയാൽ തീർന്നു. ചോപ്സ്റ്റിക്ക് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. കുറച്ച് നേരെ ഉണ്ടാക്കി വെച്ചിട്ടും കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. എങ്ങനെ കഴിക്കുന്നത് എനിക്കറിയില്ല. നമുക്ക് സ്പിൻ ചെയ്യാം. കറി സ്പൂൺ വന്നിരിക്കുന്നു. അപ്പോൾ ഈ കറി സ്പൂൺ വെച്ചിട്ട് വേണം ഞാൻ ദോശ കഴിക്കാൻ. എൻ്റെ നല്ല ആചാരങ്ങളെ ഇത് വെച്ച് ഞാൻ എങ്ങനെ കഴിക്കാൻ? സ്പൂൺ വെച്ചിട്ട് പോലെ ദോശ കഴിക്കാൻ പറ്റില്ല. അപ്പോഴാണ് കറി സ്പൂൺ. എൻ്റെ പൊന്നെ, ഇങ്ങനെ ഞാൻ കഴിക്കാതിരിക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. ടാസ്കാട്ടാ. കട്ട് ചെയ്തെടുക്കാൻ നോക്കുന്നു. വരുന്നുണ്ട്. പീസ് കിട്ടി. ദോശയിൽ നമുക്ക് മുക്കി അടിക്കാം. അല്ല, ദോശയിൽ മുക്കി ചമ്മന്തി. അപ്പോൾ കുറച്ച് ചമ്മന്തി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കൈ വെച്ച് ഉന്തിയതല്ല കേട്ടോ, നിങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി മറിച്ച് ഞാൻ കൈ വെച്ച് ഉന്തിയിട്ടില്ല. സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ മടക്കി കഴിച്ചാലോ, എനിക്ക് തള്ളി കയറ്റിയാലോ. എൻ്റെ വായ കമോൺ, യു ക്യാൻ ഡു ഇറ്റ്. മുറിഞ്ഞു ദോശ നോക്കി ഒരുക്കിയെടുത്ത് അണക്കി. എന്തൊരു കഷ്ടപ്പാടാ. എൻ്റെ കൈ നോക്കിയോ ചോന്നു. എൻ്റെ ആദ്യത്തെ ദോശ കഴിഞ്ഞു. രണ്ടാമത്തെ ദോശ കഴിക്കാം. ഇങ്ങോട്ട് പാടൂ മുട്ടങ്ങ. ഞാൻ സത്യം പറയട്ടെ, ഇത് പല്ലുകൊണ്ട് ഒരു മുറിയുന്നില്ല. ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഇതുമ്പോൾ ഞാൻ മൽപ്പിടുത്തം തുടങ്ങിയിട്ട് ഇനി നമുക്ക് ലഞ്ചുള്ള ഫുഡ് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യലായിട്ടൊരു ഫുഡ് ഉണ്ടാക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിംഗപ്പൂർ ചിക്കൻ റൈസ്, അല്ലെങ്കിൽ ഹൈനീസ് ചിക്കൻ റൈസ് എന്നോ, വീണ്ടും നാക്കൊടുക്കുന്ന അങ്ങനെ എന്തോ ആണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. സിംഗപ്പൂർ ചിക്കൻ റൈസ് ആണ് അതിന്റെ പേര്. എനിക്കറിയാം, കാരണം നല്ലോണം പതിയാനുള്ള കാരണം സേട്ടു തന്നെയാണ്. എൻ്റെ ഭർത്താവ് സേട്ടു തന്നെയാണ് അതിന്റെ കാരണം. കാരണം ആള് 11th ഉം 12th ഒക്കെ പഠിച്ചത് സിംഗപ്പൂരായിരുന്നു. തായ്ലൻഡ് ട്രിപ്പ് പോയപ്പോൾ ഈ സിംഗപ്പൂർ ചിക്കൻ റൈസ് ഉണ്ട്. എനിക്ക് കഴിച്ചു നോക്കിക്കാൻ നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞൊരു പുഴുങ്ങിയ ചിക്കൻ അങ്ങനത്തെ ഒരു ടേസ്റ്റ്. പക്ഷെ ഒരു ഫ്ലേവർ ഉണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. റൈസ് ആയാലും എന്നുവെച്ചാൽ മസാലകളൊന്നുമില്ല, കുറച്ച് ബ്ലാൻഡാണ്. പക്ഷെ അതിന് സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും നല്ല ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് അതന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഹൈനീസ് ചിക്കൻ അഥവാ സിംഗപ്പൂർ ചിക്കൻ റൈസ് റെഡി ആയിരിക്കുന്നതാണ്. ഞാൻ ചില്ലി സോസ് ഉണ്ടാക്കി, സോയാ സോസ് ഉണ്ടാക്കി. ഇനി ഈ ഫുഡ് എങ്ങനെയാ കഴിക്കുക എന്നുള്ളത് നമുക്ക് സ്പിൻ ചെയ്തിട്ട് നോക്കാം. സ്റ്റക്കാവുന്നുണ്ട്. എനിക്കത് ഉപയോഗിക്കാൻ പോലും അറിയില്ല. ഇത് കുറച്ച് ഇങ്ങനെ ടൈം എടുത്തിട്ടാണ്, സ്റ്റക്കായിട്ടാണ് ആയത്. പക്ഷെ എന്തായാലും നമുക്ക് കിട്ടിയത് ചോപ്സ്റ്റിക്സ് ആണ്. ഇതാണ് ചോപ്സ്റ്റിക്ക്. എനിക്കിത് ഉപയോഗിക്കാൻ പോലും അറിയില്ല. ആദ്യം ഒന്ന് ഉപയോഗിക്കാനൊന്ന് നോക്കി നോക്കട്ടെ. ഇത് ചീറ്റിങ് ആവുമോ? ഉപയോഗിക്കാൻ പഠിക്കുന്നല്ലേ. ഇത് പൊട്ടിക്കണമായിരിക്കുമല്ലോ. അത് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഉണ്ടാക്കണ്ടേ? പൊട്ടിക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ നോക്കി നോക്കട്ടെ യൂട്യൂബിൽ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നത് പൊട്ടിക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട്.
പൊട്ടിച്ചോക്കാം. ഇത് പൊട്ടു, മൊത്തത്തിൽ പൊട്ടു. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥ. പൊട്ടുന്നു വിചാരിച്ചു. ഓക്കെ, നമുക്ക് പഠിക്കാം. എന്നാലും കഴിച്ചു നോക്കാം. നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. കഴിച്ചു നോക്കാം. അത് നേരത്തെ എടുത്തിരുന്നതാ. കിടക്കരുത്. സോയ സോസിൽ മുക്കി അടിപൊളി. എപ്പോഴാ സീനായത്. സോസ് എന്താണ് വേണം കേട്ടോ ഇതിൻ്റെ ഒപ്പം. അല്ലെങ്കിൽ ശരിക്കും പ്ലാൻ ഫുഡാ. പൊള്ളി. ചോറ് പോലെ പിടിച്ചുള്ള എന്തൊക്കെയോ കൊള്ളുണ്ട്. ഈ ഫുഡ് കഴിക്കേണ്ടത് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു. കറക്റ്റ് ചതന്നെ കിട്ടും. ആസ്വദിച്ചൊന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല. മാക്സിമം കഴിച്ചു 2-3 പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ വെച്ചു. അടിപൊളി സിംഗപ്പൂർ ചിക്കൻ റൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരം ആയപ്പോഴേ സേട്ട് മോമോസ് കൊണ്ടുവന്നു. ഇനി അത് നമുക്ക് ഏത് കൈ കൊണ്ട് അത് നമുക്ക് ഏത് യൂട്ടൻസിൽ വെച്ച് കഴിക്കാൻ നോക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് സ്പൂൺ, ഹാൻഡ്, സ്പാച്ചുല, നോൺ ഡോമിനൻറ്റ് ഹാൻഡ്, റൈസ് സ്പൂൺ, അതൊക്കെയാണ്. വലിയ കുഴപ്പമില്ല, മാനേജബിളാണ്. മറ്റേ ടഫ് ഐറ്റംസ് ഒക്കെ ആദ്യമേ തീർന്നു പോയല്ലോ. പിന്നെ ഇനി അധികം പാടുള്ളതില്ല. നമുക്ക് നോക്കാം. സ്റ്റക്കാവുണ്ട്. ഇതെന്താ? വാ, റൈസ് സ്പൂൺ. പക്ഷെ കുഴപ്പമില്ല, റൈസ് സ്പൂൺ വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. മോമോസ് കുഴപ്പമില്ല, ഇതിങ്ങനെ കഴിക്കലേ വേണ്ടു. ഇത് 4 മോമോസ്. പിന്നെ കുഴപ്പമില്ല. ഞാൻ 2 കഴിച്ചു, ബാക്കി 2 സേട്ടുണ്ട്. പോയി കൊടുക്കട്ടെ. അപ്പോൾ കംപ്ലീറ്റ്. നമ്മൾ രാത്രിത്തെ ഫുഡ് മാംഗോ സ്റ്റിക്കി റൈസാണ്. അത് നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് ഡിന്നറിനുള്ളത് അത് കഴിച്ചിട്ട് നമ്മളിന്ന് ചായഞ്ച് വൈൻഡപ്പ് ചെയ്യാം. മാംഗോ സ്റ്റിക്കി റൈസ്. അങ്ങനെ ഞാൻ എൻ്റെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. സ്പിൻ ചെയ്യാം. ഇനി ഹാൻഡും സ്പൂണും ഹാൻഡിലും സ്പാച്ചുല ഉണ്ടല്ലേ. ഞാൻ സ്റ്റക്കായി. എപ്പോഴും സ്റ്റക്കാവുന്നേ. ഞാൻ വെറുതെ വിട്ടില്ല. എന്തോരുണ്ട്. ഹാൻഡ് ഉണ്ട്, നോൺ ഡോമിനന്റ് ഹാൻഡ് ഉണ്ട്, ലെഫ്റ്റ് വേണ്ട, സ്പൂൺ ഉണ്ട്, ഹാൻഡ് ഉണ്ട്, ഉണ്ട് സ്പോഞ്ചുള്ള. സാറില്ല. അപ്പൊ നമ്മളുടെ ലാസ്റ്റ് കുട്ടിക്കലാശം ഇങ്ങനെ ഇങ്ങോട്ടാവട്ടെ. ശരിക്കും പറഞ്ഞ സ്പാച്ചുല ദോശയ്ക്ക് വരാത്തത് നന്നായി. വന്നിരുന്നെങ്കിൽ ഇതെങ്ങനെ ഇത്രയും ഇതല്ലേ, സോഫ്റ്റ് അല്ലേ. ഇതും കുറച്ച് മാങ്ങ വേണ്ട, കുറച്ച് പുളിമധുരാണ് മാങ്ങ. അത് മാത്രമുള്ളൊരു ബുദ്ധിമുട്ട്. ഒരു മാങ്ങ എടുക്കാം. മധുരം കുറച്ച് കുറവുണ്ട്. അത് ഒഴിച്ച ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കോക്കനട്ട് റെഡിമെയ്ഡ് മേടിച്ചുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ചൊവ്വ ഒരു സുഖമില്ല. മധുരം കുറച്ച് കുറവുണ്ട്. അതിൻ്റെ തോന്നുന്നു. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. ഇതിന് സ്പാച്ചിലൊന്നും നന്നായി. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അപ്പോൾ ഫുഡ് കഴിഞ്ഞു.
ഒരു അടിമണി പോലും ഇല്ല. ചാലഞ്ച് ബാച്ചിലർ വെച്ചുള്ള ചാലഞ്ച് കംപ്ലീറ്റ്. അപ്പം നമുക്ക് ഈ ചാലഞ്ച് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് ചാലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഞെക്കിക്കോ. ബൈ.